ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സ്വപ്നവല്ലി പറയുന്നുണ്ട്, ഞാനൊരു വര വരയ്ക്കും, അതിനപ്പുറം ചാടില്ല മരുമകൾ എന്നിങ്ങനെ പറയുക കേട്ടോ. അത് കേട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാണ് മഞ്ജിമ. അതിനുശേഷം കാണിക്കുന്ന ഇഷിതനെ മഹേഷിനെയാണ്. അവർ ഹണിമൂൺ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടോ. അങ്ങനെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അതായത് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് ഇഷിത ചിരിയോട് ചിരിയാണ്. അത് കഴിഞ്ഞിട്ട് മഹേഷ് ചോദിക്കുന്നുണ്ട്, എന്താ താൻ ഇത്ര ചിരിക്കാണ്ട്, വരുന്ന വഴിക്ക് വല്ല ജോക്കറേം കണ്ടോ? അതെ കണ്ടു, ഇന്നലെ രാത്രിയെ ഹണിമൂൺ സ്റ്റാറിൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത് ജോക്കർ. അതെ, എന്നെ പറഞ്ഞാൽ മതി, തോളി വഴി കിടന്ന വയ്യാവിലെടുത്ത് തോളി വെച്ചല്ലോ എന്ന് പറയുമ്പോൾ, ആ അതെ അത് ശരിയാട്ടോ, അതാ എൻ്റെ തോളി ഇത്ര വേദന എന്ന് നിഷിത തിരിച്ചു പറയാ. അതെ താൻ ചിരിക്കാണ്ട് കൂടെ വന്നേ എന്ന് പറയാണ്. അതെ, അകത്തുള്ളവരെന്തിനും ചോദിച്ചാൽ ചിരിക്കാലോ അല്ലേ, അകത്തുള്ളവർ ചോദിച്ചാൽ ചിരിക്കണോ കരയണോ എന്നൊക്കെ തനിക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് യേശുദാനെ വിളിച്ചുകൊണ്ട് മഹേഷ് അകത്തേക്ക് പോവാണ്. അങ്ങനെ അകത്തേക്ക് വരുമ്പോഴേക്കും നമ്മുടെ സ്വപ്നവല്ലി മഞ്ജിമ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ മഹേഷ് പറഞ്ഞിട്ട് ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ്. നിഷിതർത്ത് ചോദിക്കുന്നുണ്ട്, ആഹാ ഇതെന്താ രണ്ടുപേരും ഇന്നലെ ഉറങ്ങിയില്ലേ, മോങ്ങായിട്ട് ഉറങ്ങാത്ത പോലെ ഉണ്ടല്ലോ എന്ന് സ്വപ്നവല്ലി ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ആ ഉറങ്ങിക്കാണില്ല, ഇന്നലെ ആദ്യ രാത്രിയല്ലേ, ഉറങ്ങാൻ പറ്റാത്ത രാത്രി എന്ന് പറയുമ്പോൾ, അത് ശരിയാ, ഉറങ്ങാൻ പറ്റാത്ത രാത്രി തന്നെ ചേച്ചിയുടെ അനിയന. അതെന്താ അങ്ങനെ പറഞ്ഞത്, ഇന്നലെ പുള്ളിക്കാരി ഫുള്ളും ബാത്റൂമിൽ തന്നെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇഷിത അകത്തേക്ക് പോകുക കേട്ടോ. ശേഷം മഹേഷിനോട് ചോദിക്കുന്നുണ്ട്, അല്ല എൻ്റെ ഈ ബാഗിലെ തുണികളൊക്കെ എവിടെയാണ് വെക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, അതെ എൻ്റെ തലയിലേക്ക് എടുത്ത് വെക്കുക എന്ന് മഹേഷ് പറയണം. അയ്യോ തലയിൽ വെക്കാനോ, ഈ ഒട്ടകത്തിനെ പോലെ പോക്കുണ്ടെങ്കിൽ ഇങ്ങനെ തലയിലേക്ക് വെക്കാനോ, കുറച്ചൊന്ന് കുനിഞ്ഞിരുന്ന തലയിലേക്ക് വെക്കാമെന്ന് പറയണോ. ഓ ഇവിടെ എവിടെയെങ്കിലും വെക്ക് എന്നിങ്ങനെ പറയുവാണോ. ശേഷം മഹേഷ് വേണ്ടതെ എനിക്ക് തിരക്കുണ്ട്, ഞാനൊന്ന് കുളിക്കാൻ കയറുക. അയ്യോ ഞാനൊന്ന് ആദ്യം കുളിക്കാൻ കയറട്ടെ എന്ന് നിഷിത പറയുമ്പോൾ, അതൊന്നും പറ്റില്ല, ഞാൻ കുളിക്കാൻ കയറാൻ പോവാം എന്നൊക്കെ എന്നെ പറയുക കേട്ടോ. അത് കേട്ട് ഇഷിത എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ശേഷം സ്വപ്നവല്ലി ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. സ്വപ്നവല്ലി ഇഷിതടുത്ത് പറയുന്നുണ്ട്, ഇഷിത ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറയാം കേട്ടോ. എന്താ അമ്മേ, അതെ ഞാനാണ് ഇവിടുത്തെ സൂപ്പർ മദർ എന്നിങ്ങനെ പറയാണ്. ഇഷിത അപ്പം തന്നെ മഞ്ജിമനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ ഇത് മഞ്ജിമ ചേച്ചി കൊടുത്ത സ്ക്രൂ തന്നെ, ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് ഇഷിത അമ്മയെടുത്ത് പോവാണ്. അതെ എനിക്കറിയാം അമ്മേ, അമ്മയാണ് ഇവിടെ സൂപ്പർ മദർ എന്നെനിക്കറിയാം, അമ്മ പറയണത് എല്ലാവരും അനുസരിക്കണം, ഞാൻ അമ്മ പറയണത് മാത്രമേ അനുസരിക്കുള്ളൂ കേട്ടോ എന്ന് പറയാണ്. അല്ല അമ്മ എന്താ ചിരിക്കുമ്പോൾ മുഖത്ത് ചെറിയ ചുളിവ് പോലെ, അയ്യോ അമ്മയുടെ മുഖത്ത് ചുളിവ് വരാൻ തുടങ്ങിയല്ലോ, ശരിയാണോ? അതേന്നേ, ഞാൻ സത്യം പറഞ്ഞത്, ഞാനൊരു ഡോക്ടറല്ലേ, എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്ന് നിഷിത പറയണം. അയ്യോ എന്ന് പറയുമ്പോഴേക്കും, ഓ അമ്മേ ഞാൻ പറഞ്ഞതൊക്കെ മറന്നു എന്ന് മഞ്ജിമ അരികത്തം ചോദിക്കുമ്പോൾ, മിണ്ടിപ്പോരുത് നീ എൻ്റെ മുഖത്ത് ചുളിവുണ്ടായിട്ട് പറഞ്ഞോടി, ഞാൻ കിളവി ആവണമെങ്കിൽ കിളവി ആവട്ടെ നീ അങ്ങ് വിചാരിച്ചു അല്ലേ. അയ്യോ മോളിനിപ്പോൾ എന്ത് ചെയ്യും? അമ്മ പേടിക്കണ്ട, ഞാനുണ്ടല്ലോ, ഞാൻ ഡോക്ടറല്ലേ, അമ്മയുടെ മുഖം ചുളിവൊക്കെ മാറ്റി നല്ല സുന്ദര കുട്ടപ്പിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു, അമ്മേനെ നല്ല സുന്ദരിയാക്കിയിട്ട് ഞാനെല്ലാം ചെയ്യുള്ളൂ എന്ന് പറയാണ്. എൻ്റെ പൊന്നാര മകൾ, മോളെ എന്താ മോളെ ഞാൻ നിൽക്കണത്? അമ്മേ കുളിക്കാനായിട്ട് മഹേഷ് ആ ബാത്റൂമിൽ കയറി, ഇവിടെ വേറെ ബാത്റൂം, അയ്യോ എല്ലാ ബാത്റൂമിലും ആളാണല്ലോ മോളെ എന്ന് പറയാണ്. അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിൽക്കുക കേട്ടോ. അതിനുശേഷം ഇഷിത പതുക്കെ തോർത്തൊക്കെ എടുക്കുകയാണ്. അതേസമയം നമ്മുടെ മാഷും പ്രിയാമണി ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നിട്ട് മാഷ് പതിക്കെ പത്രം എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. പുറത്തേക്ക് ഇറങ്ങുന്ന മാഷ് മഹേഷിൻ്റെ വാതിലിൻ്റെ അവിടെ നിൽക്കുവാണ്. ഇങ്ങനെ തുറക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് ആ ഡോറിൻ്റെ അവിടെ നിൽക്കുവാണ്. വേണ്ട എന്ന രീതിയിൽ പത്രം എടുത്തിട്ട് കുറച്ചേരം അവിടെയൊക്കെ നിൽക്കുന്നതിന് ശേഷം അകത്തേക്ക് പോവാണ്. ആ സമയത്ത് പ്രിയാമണി പറയണ്ടല്ല, പത്രം എടുക്കാൻ പോയാൽ ഇതുവരെ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ മാഷ് അകത്തേക്ക് വരുന്നുണ്ട്. ഇതെന്താ സാധാരണ രാവിലെ ഒരു ഗ്ലാസ് ചായയും പത്രവും തിന്നു തരേണ്ട സമയമില്ലോ, ഇതെന്താ പത്രം എടുക്കാൻ പോയിട്ട് ഇത്ര സമയം ഇത്? അപ്പുറത്ത് മോള് വരുന്നുണ്ടാന്ന് നോക്കിയിട്ടുണ്ടാവുമല്ലേ എന്ന് പറയുമ്പോൾ, അതെ ഞാൻ ഓർത്തില്ല, അവളുടെ ഇന്നലെ ഫസ്റ്റ് നൈറ്റൊക്കെ ആയിരുന്നല്ലോ, എത്തിയിട്ടുണ്ടാവില്ലായിരിക്കും എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ സുചിത്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സുചിത്ര അല്ല, നമ്മുടെ സുചിത്ര ഇങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ, അതെ എന്താണ് എനിക്ക് മനസ്സിലായി, എടി നിനക്ക് ചായ വേണമെന്നുണ്ടെങ്കിൽ സ്വന്തം ഉണ്ടാക്കി കുടിച്ചുവിടുന്നു പ്രിയാമണി പറയുമ്പോൾ, അത് കൊള്ളാലോ, അതെ എനിക്ക് മനസ്സിലായി, ഇളയമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഞാൻ കുടുംബിനികളെ പോലെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് മുറ്റമൊക്കെ അടിച്ചു വാരി ചായയൊക്കെ വെച്ച് അടുക്കളയിലൊക്കെ കയറണം, അങ്ങനെയല്ലേ എനിക്കങ്ങനെ ആഗ്രഹമുണ്ട് ഇളയമ്മേ, പക്ഷേ ഇവിടെ എവിടെയാണ് മുറ്റം ഒന്ന് അടിച്ചു വരാണ്ട്, പിന്നെ അടുക്കളയിൽ കയറില്ല, അതെനിക്കറിയില്ല, ചായ ഉണ്ടാക്കാനും അറിയില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം, നിനക്കറിയാവുന്ന ഒരേ ഒരു പണിയല്ലേ തിന്നല് എന്ന് പറയുകയാണ്. അതെ അവിടെ പോയിരിക്കെ ഞാൻ ചായ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി പോകാൻ മുഴുക്കും പെട്ടെന്ന് നമ്മുടെ മാഷ് പറഞ്ഞിട്ട്, ഈ സമയത്ത് ഓർമ്മയുണ്ടോ ഇഷിതുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ നടക്കുന്നുണ്ടാവുക, അമ്മേ ഒരു ഗ്ലാസ് കോഫി, എനിക്ക് സമയം വൈകി എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ പോകേണ്ട സമയമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ വാതിൽ തുറന്ന് നമ്മുടെ ഇഷിത കയറി വരും കേട്ടോ. അമ്മേ ഒരു ഗ്ലാസ് കോഫി, എനിക്ക് ബാത്റൂമിൽ പോകാം എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് പോവാം. പ്രിയാമണി നമ്മൾ എന്തേ കണ്ടത്, ഇത് സ്വപ്നമൊന്നും അല്ലല്ലോ അല്ലേ, എല്ലാ മാഷേ അവളിവിടെ വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്.
ഓ ഇഷിത വന്നതല്ലേ പ്രിയാമണി ആദ്യമായിട്ട് വന്നതല്ലേ, അവൾക്ക് കുറച്ച് മധുരം കൊടുക്കണ്ടേ? ഓ മാഷേ ഉദ്ദേശം മനസ്സിലായി. ഇഷിതയുടെ പേര് പറഞ്ഞ് മധുരം കഴിക്കാനാണല്ലോ, അതെ ഷുഗർ ഫാക്ടറിയ ശരീരം, അത് മറക്കണ്ട കേട്ടോ എന്ന് പറയണം. അതേസമയം നമ്മുടെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ ആ ബാത്റൂമിലൊക്കെ പോണ സമയത്ത് സുചിത്ര വരുന്നത്, ആ ആ ആ, നിന്ന് 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 ചേച്ചി ഇതെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, അതോ ഞാൻ ഒന്ന് കുളിക്കാൻ വന്നതാ, അവിടുത്തെ ബാത്റൂമിൽ നിറച്ച് വേള. ഇന്നലെ ഫസ്റ്റ് നൈറ്റൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, അതെ ഫസ്റ്റ് നൈറ്റ് അടിപൊളിയായിരുന്നു. ഞാൻ അകത്തും മഹേഷ് ബാത്റൂമിനുള്ളിലാണ് കിടന്നത്. ബാത്റൂമിനുള്ളിലാണ്, അതെ ആൾക്ക് ഇന്നലെ വയറിളക്കമായിരുന്നു, വൈകുന്നേരം കഴിച്ച് ഫുഡ് പിടിച്ചില്ല പോലും. അത് കൊള്ളാലോ ചേച്ചിക്ക് ഇത് പറഞ്ഞ് ആളെ ഒന്ന് കളിയാക്കി കൂടെ? വേണ്ടടി, ആളൊരു പാവമാണ്, ഒത്തിരി മുൻഷുണ്ടി ഉണ്ടെന്നേ ഉള്ളൂ, ആ മുൻഷുണ്ട് കാണാനും നല്ല രസമാണ് എന്നൊക്കെ പറയാണ്. ചേച്ചി അപ്പോൾ മഹേഷിന് മുമ്പിൽ വീണോ എന്ന് പറയുമ്പോൾ, നീ ഒന്ന് പോടി എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് പോവാണ് ഇഷിത. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നവല്ലിയും അതുപോലെ തന്നെ മഞ്ജുമയൊക്കെ കൂടിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെക്കാം കേട്ടോ. ആ സമയത്ത് നമ്മുടെ മാഷ് പറയുന്നുണ്ട് പ്രിയാമണി അടുത്ത്, പ്രിയാമണി ഇതേ മോള് വരുവാ, പെട്ടെന്ന് ഫുഡൊക്കെ റെഡിയാക്കി വെക്ക്, നമ്മുടെ കൂടെ കഴിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് എന്ന് പറയുമ്പോൾ ഇഷിത ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുവാ കേട്ടോ. മോളെ വാ കഴിക്കാം എന്ന് പറയുമ്പോൾ, അയ്യോ വേണ്ട അമ്മേ, അവിടെ എനിക്കുള്ള ഫുഡ് അവർ എടുത്തു വെച്ചിട്ടുണ്ടാവുമായിരിക്കും എന്ന് പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട്, അത് മോള് പറഞ്ഞാൽ ശരിയാ, അവിടെ നിന്ന് വേണം മോള് ഫുഡ് കഴിക്കാനായിട്ട്, മോളെന്നാൽ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട്, എന്താ രണ്ടുപേരുടെ മുഖത്തൊരു വിഷമം എന്ന് പറഞ്ഞിട്ട്, ഞാൻ അടുത്ത് തന്നെ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് മാഷിൻ്റെ മുഖത്തും പ്രിയാമ്മയുടെ മുഖത്തും ഒരു ഉമ്മ കൊടുത്തതിന് ശേഷം നമ്മുടെ ഇഷിത പോവാട്ടോ. എനിക്കിന്ന് കോടതി പോകണം, നേരത്തെ പോകണം എന്ന് പറഞ്ഞിട്ട്, ഇന്ന് ചിപ്പിയുടെ വിധി പറയുന്ന ദിവസമല്ലേ എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് ഇറങ്ങുവാണ്. ആ സമയത്ത് നമ്മുടെ സ്വപ്നവല്ലി മഞ്ജുമ പറയണ്ട, അതെ സ്വപ്നവല്ലി ചോദിക്കണ്ട, അതെ അവളെവിടെ ഇഷിത? അതോ നമ്മുടെ ബാത്റൂമിൽ വൃത്തിയില്ലെന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് അവളുടെ വീട്ടിലെ ബാത്റൂമിൽ പോയിരിക്കുക. അവിടെയോ? അതേന്നേ ഇവിടെ വൃത്തിയില്ലെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുക. എന്തോ ആയിക്കോട്ടെ, പക്ഷെ പോകുമ്പോൾ അമ്മയടുത്തൊന്ന് പറയണ്ടേ? അത് വേണം, അവളിങ്ങോട്ട് വരട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ സ്വപ്നവല്ലി പറയണം. ആ സമയത്ത് ഇഷിത അകത്തേക്ക് വരുന്നുണ്ട്. അല്ല നീ ഇത് എവിടെ പോയതായിരുന്നു എന്ന് സ്വപ്നം ചോദിക്കുമ്പോൾ, അത് ഞാൻ അപ്പുറത്ത് ഫ്ലാറ്റിൽ ഞാൻ കുളിക്കാൻ വേണ്ടി പോയതായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. എന്നാൽ എന്നോടൊന്ന് ചോദിച്ചിട്ട് വേണ്ടേ പോകാനായിട്ട്? സോറി അമ്മേ, ഞാനത് ഓർത്തില്ല എന്ന് ഇഷിത പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ രാമനാഥന് അതുപോലെ തന്നെ കിഷോറൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയണ്ട, അതെ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, വാ കഴിക്കാം. മോളെ ഇഷിത വാ കഴിക്കാമെന്ന് പറയുമ്പോഴേക്കും ഇഷിത കഴിക്കാതിരിക്കുമ്പോഴേക്കും ചിക്കനും മട്ടനും മുട്ടയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക കേട്ടോ. ഇഷിതക്ക് അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും. കാരണം ഇഷിത അയ്യരാണ്, പ്യുവർ വെജിറ്റേറിയനാണ്, അതുകൊണ്ടിട്ടാണ് കേട്ടോ. അങ്ങനെ ഇഷിത പറയണ്ട, അയ്യോ അമ്മേ എനിക്ക് തീരെ വിശപ്പില്ല അമ്മേ എന്ന് പറയുക കേട്ടോ. ആ സമയത്ത് അതിനുശേഷം അവിടെ പോയി ഇരിക്കുകയാണ്. അപ്പോഴേക്കും മഞ്ജുവ പറയണ്ട, അമ്മേ നമ്മുടെ ഫുഡ് ഇഷ്ടപ്പെട്ട് കാണില്ലായിരിക്കും, ആൾക്ക് വൃത്തിയും വെടിപ്പൊക്കെ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു, നമുക്ക് വൃത്തിയും വെടിപ്പൊന്നും ഇല്ലെന്ന് മട്ടിലാണ് പോയിരിക്കണതെന്ന് പറഞ്ഞു. അവളെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ സ്വപ്നവല്ലി മനസ്സിൽ തന്നെ വിചാരിക്കുകയാണ്. ആ സമയത്ത് രാമനാഥനെ മനസ്സിലായി മുട്ടയും അതുപോലെ തന്നെ മീനും മാംസമൊക്കെ ആയതുകൊണ്ടാണ് ഇഷിത കഴിക്കാത്തതെന്ന്. പെട്ടെന്ന് തന്നെ രാമനാഥൻ പറഞ്ഞത്, അതെ ഒരു സെക്കൻഡേ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. ശേഷം നേരെ പോണത് നമ്മുടെ മാഷിൻ്റെ ഫ്ലാറ്റിലേക്കാട്ടോ. മാഷിൻ്റെ ഫ്ലാറ്റിലെ ബെല്ലടിക്കുമ്പോഴേക്കും മാഷാണ് വാതിൽ തുറക്കണം. ഇതാര് രാമനാഥനോ? ബെല്ലടിക്കേണ്ട കാര്യമൊന്നുമല്ല, നമ്മളിപ്പോൾ അയൽക്കാരൊന്നുമല്ലല്ലോ, ബന്ധുക്കളല്ലേ, നേരെ കയറി വരാം, ഇത് രാമനാഥൻ്റെ സ്വന്തം ഫ്ലാറ്റാന്ന് കരുതിയാൽ മതി. അതെ എനിക്ക് പെട്ടെന്നൊരു ഇത് പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെന്ന്. അതിനെന്താ, വാ കഴിക്കാലോ, വാ പ്രിയാമണി ഫുഡ് വിളമ്പിക്കേ. സുചിത്ര നീയും ഇരിക്കുന്നു പറയാണ്. അത് പ്രിയാമണി ഇപ്പോൾ ഇരിക്കില്ല കേട്ടോ, പ്രിയാമണിക്ക് വിളമ്പനിലാണ് താല്പര്യം, അത് കൊള്ളാം, അതാണ് നല്ല കുടുംബിനികൾ വേണ്ടത് എന്ന് രാമനാഥൻ പറയാണ്. പെട്ടെന്ന് രാമനാഥൻ പറയൂ, ഞാൻ മരുന്ന് കഴിക്കാൻ മറന്നു ഫുഡിന് മുമ്പുള്ള. അത് വിഷമിക്കേണ്ട മോളെ സുചിത്ര, മരുന്നെടുത്തോണ്ട് വാ, അങ്കിളുടെ മരുന്നെടുത്തോണ്ട് വാ എന്ന് മാഷ് പറയുമ്പോഴേക്കും രാമനാഥൻ പറയണ്ട, അയ്യോ വേണ്ട സുചിത്ര മോൾ ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങൾക്ക് വിരോധം അല്ലെങ്കിൽ ഇതൊന്ന് പാഴ്സലായിട്ട് എടുക്കാവോ, ഞാൻ അവിടെ പോയിട്ട് കഴിക്കാം, അതിനെന്താ പ്രിയാമണി കുറച്ച് കൂടുതലെടുത്തോ, അവിടെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലോ എന്ന് മാഷ് പറയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് പ്രിയാമണി അവിടുത്തെ ഇഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ഒരു വലിയൊരു കവറിലെടുത്തിട്ട് നമ്മുടെ രാമനാഥൻ്റെ കയ്യിലേക്ക് കൊടുക്കുക കേട്ടോ. രാമനാഥൻ അതായിട്ട് നേരെ ഫ്ലാറ്റിലേക്ക് പോവുക. ഇതെന്താ രാമ കയ്യിൽ എന്ന് സ്വപ്നവല്ലി ചോദിക്കുമ്പോൾ, അതോ ഇത് നല്ല ഫുഡാണ്, പുറത്തുനിന്നുള്ള ഫുഡ് ഇന്ന് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അമ്മേ മരുമോളെ സോപ്പിടാൻ വേണ്ടിയിട്ട് അച്ഛൻ ചെയ്യുന്ന പരിപാടി കണ്ടില്ലേ, അമ്മേ അച്ഛനെ കയ്യിലെടുത്തോട്ടോ, അല്ലെങ്കിൽ മരുമോളുടെ പക്ഷം അങ്ങോട്ട് കയറും, അല്ലെങ്കിൽ മരുമോളുടെ പക്ഷം കയറാൻ അച്ഛന് താല്പര്യമാണല്ലോ, പിന്നെ മഹേഷിനെ മയക്കെടുക്കാൻ ഇഷിതക്ക് കഴിയും എന്നൊക്കെ പറയാണ്. ആ സമയത്ത് ഇഷിത അടുത്ത് പറയുന്നുണ്ട്, അതേ മോളെ കഴിക്കാൻ വരുന്നുണ്ടോ, നല്ല ഇഡ്ഡലി സാമ്പാറാ. ശരിയാച്ചാന്ന് പറഞ്ഞിട്ട് ഇഷിത വിശന്നിരിക്കുകയെന്ന് പെട്ടെന്ന് ഇഷിത വന്നിരിക്കുക കേട്ടോ. ഇഡ്ഡലി സാമ്പാറാണോ എന്ന് എനിക്കും വേണം എന്ന് കിഷോറും പറഞ്ഞിട്ട് അവിടേക്ക് ഇരിക്കുകയാണ്. ശേഷം അവരൊക്കെ അത് കഴിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. അത് കഴിച്ചതും ഇഷിതക്ക് മനസ്സിലാവുന്നുണ്ട് തൻ്റെ അമ്മ ഉണ്ടാക്കിയ ഇഡ്ഡലിയാണെന്ന്. പതുക്കെ രാമനാഥൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട് ഇഷിത. ആ സമയത്താണെന്നുണ്ടെങ്കിൽ കിഷോർ പറയുന്നുണ്ട്, ഹായ് അച്ഛ അടിപൊളി ടേസ്റ്റ് ആണല്ലോ, ഇത് ഏത് ഹോട്ടലിൽ നിന്ന് അച്ഛാ? ഹോട്ടലിലെ പേരൊന്നും ഞാൻ പറയില്ല, അതൊക്കെ സീക്രട്ടാ എന്ന്
രാമനാഥൻ പറയാണ് അച്ഛാ എന്ന് പറയുമ്പോഴേക്കും അതെ മോൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായി പ്രിയാമണി ഹോട്ടലല്ലേ എന്ന് പറയുമ്പോഴേക്കും മോള് കഴിക്കുക ഞാൻ മോളുടെ അച്ഛനെ വാക്ക് കൊടുത്ത മോൾക്ക് ഒരു വിഷമം ഉണ്ടാക്കില്ലെന്ന് മോൾ കഴിക്കുക എന്ന് പറയാണ്. ഇഷിതയ്ക്ക് വല്ലാതെ സന്തോഷം തോന്നും കേട്ടോ. ഇഷിത കഴിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ മഹേഷ് വരുന്നുണ്ട്. ഇഷിത താൻ കഴിച്ചു കഴിഞ്ഞായിരുന്നു? ഇല്ല, പെട്ടെന്ന് വരാമെന്ന് പറയാണ്. അത് നീ കഴിക്കുന്നില്ലേ എന്ന് സ്വപ്നയിൽ ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് വയറിന് നല്ല സുഖമില്ല. അല്ല ഞാൻ തന്ന ടാബ്ലറ്റ് കഴിച്ചില്ലേ എന്ന് ഇഷിത ചോദിക്കുമ്പോൾ കഴിച്ചായിരുന്നു, അന്ന് കുഴപ്പമില്ല, പെട്ടെന്ന് മാറുമെന്ന് പറയാണ്. ശരി അമ്മ അച്ഛ നിങ്ങൾ പുറകെ വന്നാൽ മതി, ഞങ്ങൾക്ക് നേരത്തെ തന്നെ പോകണം, വക്കീലിനെ കണ്ട് കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറയാണ്. ശരിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മഹേഷ് അവിടെ നിന്ന് ഞാൻ വെയിറ്റ് ചെയ്യാൻ പതുക്കെ കഴിച്ചിട്ട് വന്നാമെന്നുണ്ട് മഹേഷ് പോവുകയാണ്. അങ്ങനെ ഇഷിത ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് പോയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.